ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പോയി കണ്ടു. നമ്മൾ പഴയ പൗപ്പിൻസിന്റെ മുട്ടായി മേടിക്കുമ്പോൾ പാക്കറ്റ് മേടിക്കാൻ നേരത്തെ ആ പാക്കറ്റിനകത്ത് പലതരത്തിലുള്ള ഫ്ലേവർ കളറൊക്കെ കാണുമല്ലോ. ഇതുപോലെയാണ് ഈ ഫിലിം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഫ്ലേവറും കോമഡിയൊക്കെ ചേർത്തുള്ള ഒരു കൊച്ചു പാക്കറ്റുള്ള ഒരു പടമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ആദ്യത്തെ ഹാഫ് പോർഷൻ, ആദ്യത്തെ ഇന്റർവെൽ വരെയുള്ള പോർഷൻ അതിഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സെക്കൻഡ് ഇന്റർവെല്ലിന് ശേഷമുള്ളത് അത്യാവശ്യം ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ക്ലൈമാക്സ് എനിക്ക് അത്ര വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ നമുക്കൊന്ന് ചിരിക്കാനും സന്തോഷിക്കാനും ഫാമിലി ആയിട്ട് ഈ വെക്കേഷനൊക്കെ ഒന്ന് പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ് ഗുരുവായൂർ അമ്പലനട. പക്ഷെ മഹാസംഭവമാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനുള്ള പല പെർഫോമൻസും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ബേസിൽ പൃഥ്വിരാജ് ഇവർ രണ്ടുപേരും അല്പം മീറ്റർ കൂട്ടിയാണ് പിടിച്ചിരിക്കുന്നത്. കൊള്ളാം കേട്ടോ. ആ സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നുണ്ട്, നമുക്ക് ചിരി ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് അത് കാണുമ്പം നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമെന്ന് പറയുമ്പോൾ ഈ പടം എന്ന് പറയുന്നത് ഒരു കല്യാണം ബേസാണ്. കല്യാണവുമായി ബന്ധപ്പെട്ട് അളിയനുള്ള ബന്ധം അല്ലെങ്കിൽ കല്യാണം നടക്കോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ഒരു തീമാണ് ഈ പടം കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇത്രയും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇറക്കാൻ. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുള്ളി ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, സംഭവമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എഡിറ്റർ നല്ല രീതിയിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പല സിനിമകളിലെയും നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, ലോകേഷ് കനകരാജിൻ്റെ പടങ്ങളിലൊക്കെ നമ്മൾ പഴയ പാട്ടുകളൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഈ സിനിമയിലും ചില പ്രത്യേക ഏരിയകളിലൊക്കെ പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. രസമുണ്ട്. ആ രസമുണ്ട് കാര്യങ്ങളൊക്കെ കയറി. അത് ഫസ്റ്റ് ഹാഫിലൊക്കെയാണ് കൂടുതലും വരുന്നത്. സെക്കൻഡ് ഹാഫിലും ഇതുപോലെ പഴയ പൃഥ്വിരാജിൻ്റെ ചില പടങ്ങളിലെ ഡയലോഗ്സ് ഒക്കെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതും കൊള്ളായിരുന്നു. അപ്പം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്തോ മഹാസംഭവമായി മാറും എന്ന് നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എനിക്ക് അത്ര ഒരു ഫീൽ ഒന്നും കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്തെ പടത്തിൻ്റെ ഒരു ഗ്രാഫ് താഴേക്കാണ് പോകുന്നത്. അത്യാവശ്യം ലാഗുണ്ട്. ചില ഷോട്ടൊക്കെ ഇത് ആവശ്യമായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ട്. ചില ക്യാരക്ടർ തന്നെ ആവശ്യമായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ട്. ചില ക്യാരക്ടർ പ്രതികാരമൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ചില സംഭവം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആ ക്യാരക്ടറിനുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നൊരവസ്ഥ. നമ്മൾ പഴയ പ്രിയദർശൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഇതുപോലൊരു സിനിമയാണിത്. ഇപ്പം അവിടുന്ന് വരുന്നവനും എല്ലാം കൂടെ അടി ഉണ്ടാക്കുന്ന ഒരു പ്രിയദർശൻ പടത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഇപ്പം വെട്ടം പോലുള്ള സിനിമകളുടെ ക്ലൈമാക്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ പല കോണിൽ നിന്നും വരുന്ന ആൾക്കാർ ചാടിയും ഊഞ്ഞാലിൽ അടിയും ഒക്കെ വന്ന അടിയിടുന്ന സീനൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സ് എനിക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല, ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിരുന്നു. അതിനകത്ത് പൃഥ്വിരാജിൻ്റെ വൈഫുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ചില പോർഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫോൺ വഴി സംസാരിക്കുന്ന ചില പോർഷനൊക്കെ ഉണ്ട്. ആ പോർഷനൊക്കെ അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. വെറുപ്പിച്ചിട്ടില്ല. കോമഡിയൊക്കെ കൃത്യമായ രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ബേസിലായാലും കൃത്യമായ രീതിയിൽ എത്തുന്നുണ്ട്. പിന്നെ നായിക കഥാപാത്രത്തിന് അത്ര ഒരു പെർഫോം ചെയ്യാനുള്ള റോളൊന്നും ഇല്ലായിരുന്നു. ഇവരല്ലെങ്കിൽ നിഖിലയോ അല്ലെങ്കിൽ അനശ്വര അല്ലെങ്കിൽ ബാക്കി ആരായാലും ആ ക്യാരക്ടർ ഓക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് അവർക്ക് പെർഫോം ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജഗദീഷിൻ്റെ ക്യാരക്ടർ ഉള്ളായിരുന്നു. നമ്മുടെ വൈജു ഉണ്ടല്ലോ, വൈജുവിന് കുറച്ചുകൂടെ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ കോമഡിക്കോ പറ്റിയ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നുന്നു. പുള്ളിക്കാരനൊക്കെ അത്രയ്ക്കത്ര ഉള്ള പെർഫോമൻസേ ഉള്ളായിരുന്നു. അതിനകത്ത് ഇങ്ങനെ എടുത്തു പറയാൻ പറ്റിയുള്ള പെർഫോമൻസ് ഒന്നും വൈജുവിന് കൊടുത്തിട്ടില്ല. പിന്നെ ബേസിൽ അച്ഛനായിട്ടുള്ള നമ്മളെ എന്നാത്താൻ കേസ് കൂടുതലെ ജഡ്ജിയില്ലേ, പുള്ളിക്കാരനായിരുന്നു. പുള്ളിക്കാരൻ്റെ പെർഫോമൻസും ഒക്കെ കൊള്ളായിരുന്നു. ഇതിനകത്ത് കുറച്ച് ക്യാരക്ടർ വെറുപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയത്. ഈ ബേസിലെ കൂട്ടുകാരായിട്ട് 3 പേരെ കാണിക്കും. ഒന്ന് നമ്മുടെ സിജു സണ്ണി നന്നായിട്ട് പെർഫോം ചെയ്തു. അതുപോലെ തന്നെ 18+ എന്ന് പറയുന്ന പടത്തിലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇടുന്ന താത്തയുടെ റീൽസ് ഇടുന്നൊരു പയ്യനുണ്ട്. പുള്ളിക്കാരനും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേ ഈ റിയാലിറ്റി ഷോയിലൂടെ വന്ന മായൻകുട്ടി വി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ യോഗി ബാബുവിനെയൊക്കെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ യോഗി ബാബുവിൻ്റെ ക്യാരക്ടറും വെറുപ്പിയിലായിരുന്നു. അതിനിടയ്ക്ക് കൊണ്ടുവരുന്ന നമ്മൾ ചില തമിഴ് സിനിമയൊക്കെ കാണത്തില്ലേ, ചില തമിഴ് സിനിമ കാണാൻ നേരത്തെ അനാവശ്യമായിട്ട് കുറേ ഒരു കോമഡിക്ക് വേണ്ടി ചില വടിവേലുവിൻ്റെ ക്യാരക്ടറൊക്കെ കുത്തിക്കയറ്റുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. സിനിമ ഒരു ഭാഗത്ത് നിൽക്കും, വടിവേലുവിൻ്റെ കോമഡി ഒരു ഭാഗത്ത് നിൽക്കും എന്നൊക്കെ പറയുന്ന പോലെ യോഗി ബാബുവിനെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചില ഷോട്ട്സൊക്കെ അത്യാവശ്യം ലാഗായിരുന്നു, മടുപ്പിക്കുന്നതായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് അത്യാവശ്യം ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ത്രില്ല് കളയുന്ന രീതിയിൽ ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ് പടം പോയിരുന്നത്. പക്ഷേ ക്ലൈമാക്സിലേക്കൊക്കെ വരാൻ നേരത്ത് ഈ അജു വർഗീസിൻ്റെ ഒരു പാട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഹിറ്റാണ്. അത് സ്ക്രീനിൽ കാണാൻ നേരത്ത് അതിൻ്റെ വിഷ്വലൊക്കെ കണ്ടുവരാൻ നേരത്ത് അത് എഡിറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അത് ഗംഭീരമാണ്. അമ്പലത്തിൻ്റെ പരിസരങ്ങൾ കാണിക്കുന്ന അത് ഗംഭീരമാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെ ലാസ്റ്റ് ഒരു ആക്ഷൻ രംഗമുണ്ട്. അതൊക്കെ അതിനകത്ത് ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അങ്ങനെ വന്നിടിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റ്മെൻറ്റിലൊക്കെ അവർക്കുണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമാണ്. പിന്നെ ഒരു ടോം ആൻഡ് ജെറി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് ചാടുക, ബഹളം വെക്കുക. പിന്നെ ഒരു കൃഷ്ണൻ്റെ ഒരു നന്ദനം റെഫറൻസ് ഒക്കെ പടത്തിൽ വരുന്നുണ്ട്. അതൊക്കെ രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. പക്ഷേ ക്ലൈമാക്സ് എന്ന് പറയുന്നത്
എനിക്കത്ര ഒരു വൗ ഫാക്ടർ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ കൃത്യമായിട്ട് പടം കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ജെ 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 ഹേ അല്ലേ പഴയ പടം ബേസിലിൻ്റെ, ആ പടത്തിൽ അതൊരു അമ്മയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ. ആ അമ്മയുടെ ക്യാരക്ടർ ഈ പടത്തിലുണ്ട്. അതിനകത്തൊരു ഒരു വീട്ടിലെ പാചകക്കാരിയുടെ റോളാണ് പുള്ളിക്കാരിക്ക് കൊടുത്തിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ നോട്ടവും മൂളലും ശബ്ദവും ഒക്കെ അത്യാവശ്യം ആ സിനിമയിൽ നല്ല രീതിയിൽ പുള്ളിക്കാരിയെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചിരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് ആ ക്യാരക്ടർ. ആ ക്യാരക്ടറിന് ഒരു പ്രത്യേക ഒരു ടോണുണ്ട് സംസാരിക്കുന്നതിന്. ആ ടോണൊക്കെ കൃത്യമായ രീതിയിൽ ഒരു കോമഡിയിലേക്ക് മാറുന്നുണ്ട്. ഈ ഒരു വെക്കേഷൻ സമയത്ത് കുട്ടികളുമായിട്ട് ഫാമിലിയായിട്ട് പോയി ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് ചിരിച്ചു വരാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു പടമാണ് ജെ ജെ ജെ. പക്ഷെ മഹാഗംഭീര സിനിമയാണ്. സോറി, ജെ 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 അല്ല, ഗുരുവായൂർ അമ്പലനടയിൽ. പക്ഷേ ഭയങ്കര സംഭവമായിട്ടൊരു പടമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ചിരിക്കാനുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അവർ. സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് ആ ഗ്രാഫ് താഴുന്നുണ്ട്. അനാവശ്യമായിട്ട് കുറേ ക്യാരക്ടറിനെ കുത്തിക്കയറ്റി നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് വരാൻ നേരത്ത് അപ്പടം പിന്നെ ഒന്ന് ഗ്രാഫ് ഉയരുന്നത് പാട്ട് സമയത്താണ്. ആ പാട്ട് സമയത്ത് കുറച്ച് വിഷ്വലൊക്കെ വരുന്ന നേരത്ത് നമ്മുടെ അജു വർഗീസിൻ്റെ കൃഷ്ണ കൃഷ്ണ എന്നുള്ള പാട്ട് അത്യാവശ്യം ആ സമയത്തൊന്ന് ഗ്രാഫ് ഉയർത്തുന്നുണ്ട്. പിന്നെ അത് ഗ്രാഫ് അതുപോലെ തന്നെ താഴ്ത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടിരിക്കാം, നല്ലൊരു പടമാണ് ഗുരുവായൂർ അമ്പലനടയിൽ.